ഡിസ്ക് എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കാണുന്നില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്തെ ഹാർഡ് ഡിസ്കിൽ ലാപ്പ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടല്ലേ? ഇല്ല നേരെ നോക്ക്, ഇവിടൊന്നും ഇല്ല. താഴെ കൊണ്ട് ഇവിടെ നോക്കി, ഹാർഡ് ഡിസ്ക് കാണുന്നില്ല. ഇല്ലടാ, ഞാൻ കണ്ടതാ. കഴിക്കാൻ പോയപ്പോ ഇവിടെ കണക്ട് ചെയ്തിട്ടാ പോയത്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ പറ്റുന്നത് കേട്ടാ. ഇല്ലടാ, ഇവിടെ എന്തോ പ്രേതത്തിന്റെ ശല്യം ഉണ്ടെന്ന് തോന്നി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതാണല്ലോ. വായം വെച്ചോണ്ട് മിണ്ടായിരിക്കോ? വർക്ക് അതിനകത്ത് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നേ. അല്ല എന്ത് ചിന്തല്ലോ ഇങ്ങനെ നിൽക്കുന്നത്? ഹാർഡ് ഡിസ്ക് കാണുന്നില്ല. ഓ മൈ ഗോഡ്, ഹാർഡ് ഡിസ്ക് കാണാനില്ലേ? ആ, ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയപ്പോ അതിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്നപ്പോ കാണുന്നില്ല. സാരമില്ല, സാധാരണ ഹാർഡ് ഡിസ്ക് അല്ലേ, നമുക്ക് വേറെ ഒന്ന് മേടിക്കാലോ. അങ്ങനെ സാരമില്ലെന്ന് വെക്കാൻ പറ്റില്ല. ഇന്ന് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊജക്ട് അതിനകത്തുള്ളത്. അത് മാത്രമല്ല, ഇത് കോപ്പി ചെയ്തിട്ടില്ല ലാബിലേക്ക്. ജെസ്സി, നീ ഇന്ന് ഉത്തരവാദിത്തമില്ലാതായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ആ ഫയല് കോപ്പി ചെയ്തിട്ട് മിസ്സായി പോയെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് വളരെ കഷ്ടമായി പോയി. നിങ്ങളിത് എവിടെയായിരുന്നു? ഇവിടെ ഇത്ര വലിയ പ്രശ്നം നടക്കും, നിങ്ങൾ ഇവിടെ വേണ്ടേ? എന്തു പറ്റി? അല്ല, എന്തേലും കാണാതെ പോയോ? അതെങ്ങനെ നിനക്കറിയാം? അല്ല ഒരു അതിപ്പോ നമുക്ക് ഊഹിക്കാലോ. നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ കൂടിയിരിക്കണപ്പോ എനിക്കൊരു തോന്നൽ. അതൊരു വല്ലാത്ത തോന്നലാണല്ലോ. അമ്മയ, ജെസ്സിയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയി. ഇവിടെ ആരെടുത്തെന്ന് ആർക്കും അറിയില്ല. പോയോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അത് ഇവിടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും. പുറത്തുനിന്ന് ഇപ്പൊ ആരെങ്കിലും വരുമോ? അതെ, നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാം അല്ലേ? ബാസിത്തെ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഇങ്ങോട്ട് വേറെ ആരെങ്കിലും വന്നായിരുന്നോ? ആ സമയത്ത് അമൽ സാറും അമ്മയും വന്നായിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ ആ സമയത്ത് സാറിനോട് ഒരു മെയിൽ അയക്കാൻ വേണ്ടി വന്നതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ് ക്യാബിനിലേക്ക് പോയി. പിന്നെ സാറ് പുറത്തേക്ക് പോയി. ബാസ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാർ ക്യാബിനിലേക്ക് പോകുമ്പോ സാറിന്റെ കയ്യിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഉണ്ടല്ലോ, ഞാനും ബാസും കൂടെ ഹോട്ടലിലേക്ക് പോകുമ്പോ ഇവിടെ ഉണ്ടായില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി അമൽ സാർ എങ്ങാനും അമൽ സാർ ഇനി വീണ്ടും അങ്ങനെ കാണിക്കൂ. അമൽ സാറോ? പുള്ളി എടുക്കോ? അതെ, സാറ് വന്നല്ലോ. ചോദിക്കാലോ. എന്തു പറ്റി എല്ലാരും? സാർ ഇവിടെ നിന്നുള്ള ഹാർഡ് ഡിസ്ക് എടുത്തായിരുന്നോ? ഹാർഡ് ഡിസ്കോ? ഞാൻ ഇവിടെ വെച്ചിട്ട് പോയി എന്റെ ഹാർഡ് ഡിസ്ക് കാണുന്നില്ല തിരിച്ചു വന്നപ്പോ. ഞാൻ എടുത്തിട്ടില്ല സാറേ, കഴിഞ്ഞ മാസത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ മാസം സാർ ഹാർഡ് ഡിസ്ക് എടുത്തോ? കഴിഞ്ഞ മാസം ഇവിടെ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് എടുത്തത് സാറല്ലേ? അയ്യേ, സാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഭയങ്കര മോശം തന്നെ. പിന്നെ സാർ സോറി, ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതെ സാർ, ഇന്നത്തെ കാര്യം ഞാൻ ചോദിച്ചത്. സാർ എടുത്തായിരുന്നു അവിടെ ഹാർഡ് ഡിസ്ക്? എനിക്ക് എടുക്കേണ്ട ആവശ്യം എന്തോന്നാണ്? അല്ല, ബാസത്ത് കണ്ടായിരുന്നല്ലോ സാർ ക്യാബിനിലോട്ട് എടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നീ സാർ ക്യാബിനിലോട്ട് കയറി പോകുന്നത് കണ്ടല്ലേ? അല്ല, അത് ഞാൻ കണ്ടു. സാർ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്ക് സാർ. വെറുതെ നമുക്ക് എന്തായാലും ചീത്ത. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? സാർ, ജെസ്സിയുടെ പ്രൊജക്ട് ആ ഹാർഡ് ഡിസ്കിലാണല്ലോ. സാറ് പണ്ടത് മാറ്റി വെച്ച പോലെ ഇനി പ്രതികാരം ചെയ്യാനാണെങ്കിലോ? സാറിനെ കുറെ പറഞ്ഞ് പറ്റിക്കലും പിന്നെ വിവാഹ വാഗ്ദാനം നൽകി പിൻവാങ്ങലും ഒക്കെ ആയിരുന്നല്ലോ. എന്തായാലും സാർക്ക് അതിന്റെ ഒരു ദേഷ്യം മനസ്സിലുണ്ടാവും. മനുഷ്യന്മാരല്ലേ, പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് ഇനി അറിയാതെ എങ്ങാനും. അതെ, എങ്ങാനും. അല്ല സാർ, ടെൻഷൻ ആവണ്ട. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സാറാണെന്നൊരു തോന്നലുള്ള പോലെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സാറിന്റെ ക്യാബിനിൽ കയറി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതെ, നമുക്ക് തെളിവ് നമുക്ക് നമുക്ക് എന്തായാലും അതങ്ങ് പരിഹരിച്ചേക്കാം. സാർ, നമ്മൾ നോക്കിയിട്ട് വരാം. ഞാൻ എടുത്തിട്ടില്ല.